ഹായ് കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു കുത്തരി വറക്കാണ്ട് എങ്ങനെ പുട്ട് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നമ്മൾ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത കുത്തരിയാണ്. കണ്ടോ, എൻ്റെ മേത്തുള്ള കളറൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് വെളുത്തു വന്നു. ഇതിൻ്റെ യഥാർത്ഥ കളർ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. അപ്പോൾ ഇനി ഇതും കൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കണമെന്നാണ്. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മൾ ജാറിൻ്റെ അകത്ത് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഈ കുത്തരി പൊടിയോ എന്നുള്ള സംശയമൊന്നും വേണ്ടതേ. കറക്റ്റ് പുട്ടിൻ്റെ പരുവത്തിന് നമുക്ക് അത് പൊടിഞ്ഞ് കിട്ടും. ഒന്നാമത് ഇതിൽ ചെറിയ ജലാംശം ഉണ്ട്, അതുകൊണ്ട് ഇനി കുഴയ്ക്കണ സമയത്ത് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പാകത്തിന് ഉപ്പിട്ട് കുഴയ്ക്കുക. അപ്പം ഇതിനകത്ത് എനിക്ക് ആവശ്യത്തിന് എൻ്റെ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ ചിരകി കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അകത്ത് ചിരട്ടയില്ല, ചിരട്ടയ്ക്ക് പകരം ചിരട്ട പോലത്തെ പാത്രം. അതിനകത്തേക്ക് ചില്ലൊക്കെ ഇട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇത് കുക്കറിൻ്റെ വിസില് എടുത്തതിൻ്റെ മുകളിൽ തീർത്ത് മാറ്റിയിട്ട് അതിലേക്ക് ഇത് വെച്ച് ഇത് വേവിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ പുട്ട് വെന്തു. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒന്ന് തട്ടി കൊടുത്ത് നോക്കാം എന്തായി ഇതിൻ്റെ അവസ്ഥ എന്നറിയാം. കിടക്കണ കിടപ്പ് കണ്ടാ. ഇനി ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പുട്ട് ഉണ്ടാക്കി പഴം വെച്ചിട്ടുണ്ട്. ഇനി പഴം പുട്ടും കൂടി അങ്ങ് കുഴച്ചങ്ങോട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കണു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ്. തലേദിവസം രാത്രി ആകുമ്പോൾ കുതിർക്കുക, പിറ്റേ ദിവസം രാവിലെ അധികം നേരമൊന്നും വാരി നമ്മൾ വെള്ളം കളയാൻ അധികം നേരം വെക്കൊന്നും വേണ്ട, പെട്ടെന്നായിക്കോളും. അപ്പോൾ ചെറിയ വെള്ളത്തോടു കൂടി ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്താലും ഒരു കുഴപ്പമില്ല അതിനകത്ത്. അപ്പം അത്രയും വെള്ളം കുറച്ച് നമ്മൾ നനയ്ക്കണ സമയത്ത് അത്രയും വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.